ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിവിടെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കീവേഡ്സ് പോലെ എനിക്ക് പറഞ്ഞു പോയ എളുപ്പത്തിനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ക്ലാസ് കാണുന്ന ടൈമിൽ നിങ്ങൾ ടെക്സ്റ്റോ നോട്ടോ എന്തെങ്കിലും കൂടി കയ്യിലെടുത്ത് വെച്ചിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് നോക്കാനുള്ളത് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിലാദ്യം തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് കമ്പോസിഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 1946 ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഡൽഹിയിൽ വെച്ചിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ 9 1946. ഓക്കെ, 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നത്. ദെൻ ആ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സിസ്റ്റം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാലല്ലേ അത് അവർക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ അവർ ടെമ്പററി ആയിട്ട് മീൻസ് താൽക്കാലികമായിട്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഒരു ചെയർമാനെ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് മിസ്റ്റർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലികമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നീട് ഡിസംബർ 11 ആയ ടൈമിലാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 2 ദിവസത്തിന് ശേഷമാണ് കൃത്യമായിട്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പെർമനൻ്റ് ആയിട്ട് ഒരു ചെയർമാൻ അവർ എലക്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തി അല്ലേ. അപ്പം നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പെർമനൻറ്റ് ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളില്ലേ, ഇത് എപ്പോഴും വൺ വേർഡിന് ചോദിക്കുന്നതാണ്. ചോദിക്കുന്ന ഇങ്ങനെയാണ്: ടെമ്പററി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അതാരായിരിക്കും? സച്ചിദാനന്ദ സിൻഹ. ദെൻ പെർമനൻറ്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആണെങ്കിലോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ കാര്യം. പിന്നെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 1946 അല്ലെങ്കിൽ 1947 ഒക്കെ ആയ ഈ ഒരു ടൈം പീരീഡിലെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് 1947. ദെൻ അതിനുശേഷം അതോടൊപ്പം വന്നൊരു കാര്യമാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പാർട്ടീഷനെ കുറിച്ചിട്ടും അതിൻ്റെ കോൺസിക്വൻസിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാർട്ടീഷനെ കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഉണ്ടാക്കിയിരുന്നു. ഒത്തിരി അതിൻ്റെ ഒരു അനന്തരഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരുന്ന വർഷം പഠിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുന്നതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. 1947 നടക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെ ഒത്തിരി ടെൻഷൻസ് പൊളിറ്റിക്കൽ ഫീൽഡ് മീൻസ് രാഷ്ട്രീയ മേഖലയിൽ ഇങ്ങനെ ഉണ്ടായത് കാരണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ ഒരു പെട്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു നല്ലൊരു നേഷനായിട്ട് നമുക്ക് പടുത്തുയർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേശീയ നേതാക്കന്മാർക്കൊക്കെയും ഒത്തിരി സ്ട്രെസ്സും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതായത് അവർ ഒത്തിരി കാരണം ഈ പാർട്ടീഷൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒത്തിരി വയലൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ട്രൈക്കുകൾ, കലാപങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം, അതും എല്ലാ ആൾക്കാർക്കും ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഭരണഘടന ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അന്ന് വർക്ക് ചെയ്ത നാഷണൽ ലീഡേഴ്സിൻ്റെ അവരുടെ ആ ഒരു ത്യാഗത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് പറയുന്നത്. ദെൻ അവരുടെ ആ ഒരു മാനസിക അവരുടെ മെൻ്റൽ സ്ട്രെങ്തിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഈ ഒരു കാണുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു കാര്യമാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ഡെലിബറേഷൻസിനെ കുറിച്ചിട്ട്. എന്ന് പറയുമ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ. ഈ ഡെലിബറേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ചർച്ചകളാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നു, ഫസ്റ്റ് മീറ്റിംഗ് നടത്തി ടെമ്പററി ആയിട്ടൊരു ചെയർമാനെ എലക്ട് ചെയ്തു, പിന്നീട് 2 ദിവസം കഴിഞ്ഞ് പെർമനൻറ്റ് ചെയർമാനെ എലക്ട് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ ത്യാഗവും എങ്ങനെയുള്ളത് കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു.
പിന്നെ ഇവർ എന്ത് കാര്യങ്ങൾ എവിടെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചു കഴിഞ്ഞാലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടാണ് അവരത് എന്താ പറയുക കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇപ്പോൾ ന്യൂസൊക്കെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ കേരള എന്താ പറയുക നിയമസഭയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ എന്താണ് ഒത്തിരി ചർച്ച ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ആയിട്ട് ഒത്തിരി ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ എവിടെയും കണ്ടുവച്ചാൽ മതി. എവിടെ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ ഇവർ ഒരുപാട്, അതായത് സൊസൈറ്റിക്ക് അത് നല്ലതാണോ, ജനങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളതൊക്കെ ഒത്തിരി ചെക്ക് ചെയ്തിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്ത് തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് പൊതുജനങ്ങൾക്ക് കൂടി നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ശ്രമിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടായിട്ട് അവർ ഒത്തിരി ഡിബേറ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവരെടുത്തിരിക്കുന്ന ടാസ്ക് എത്രത്തോളം കഠിനമാണ് എന്നുള്ള കാര്യം. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് എന്താ പറയുക ഒന്ന് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവർക്കൊന്ന് ഒരു സഹായകമാവാൻ വേണ്ടിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ ഒരുപാട് സബ് കമ്മിറ്റികളെ നിയമിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക ഉപകമ്മിറ്റികളൊക്കെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 8 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കമ്മിറ്റികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പേരുകൾ ഞാനൊന്ന് വായിക്കുകയാണെ, ഒന്ന് ശ്രദ്ധിക്കണേ. റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, യൂണിയൻ സബ്ജക്ട്സ് കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ 8 കമ്മിറ്റികളുടെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഓർക്കേണ്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് വൺ വേർഡിന് ചോദിക്കും, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന്. BR അംബേദ്കർ ആണ് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് എപ്പോഴും പ്രീവിയസിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ എന്താ പറയുക കൺസിക്യൂട്ടീവായിട്ട് ചോദിച്ചു വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എവിടെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പറ്റിയിട്ടാണ് എവിടെ പറയുന്നത്. എന്ന് പറയുമ്പം ലക്ഷ്യപ്രമേയം എന്നാണ് അതിൻ്റെ മലയാളം വേർഡ് വന്നിട്ട്. ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആര് കൊണ്ടുവന്നു ഒന്ന് എന്താ പറയുക ഒന്ന് അറിഞ്ഞിരിക്കണം. നെഹ്റുവാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആദ്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്, ഈ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അതായത് നമ്മുടെ ഇക്വാലിറ്റി, ലിബർട്ടി, ഡെമോക്രസി, സോവർണിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക റെസൊല്യൂഷനാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം പോലെയുള്ള എന്താ പറയുക അതൊക്കെയല്ലേ നമുക്ക് മൊത്തത്തിൽ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ മുൻതൂക്കം കൊടുത്തിട്ടുള്ള കാര്യമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ദെൻ ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ദെൻ ഇതിലുള്ള കുറച്ച് മെയിൻ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എന്ന് പറയുമ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കണമെന്ന് ലക്ഷ്യപ്രമേയത്തിനകത്ത് നെഹ്റു അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ എന്താ പറയുക ടെറിട്ടറീസും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാം ഒരു യൂണിയൻ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്ന നേഷൻ എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, മീൻസ് സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി നടപ്പിലാക്കണം, സമത്വം ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് നെഹ്റു അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിലും അറിയിക്കാം കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്